ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പുതിയൊരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ്. നൗഡേയ്സ് ദ ടേം ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് മോർ റെവലൻറ്റ്. കാരണം ബിസിനസ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഏത് ഇതായിക്കോട്ടെ അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ടേമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ടേം വന്നിട്ടുള്ളത്, എവിടേക്കാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്, ഇതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടേമിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ കോർപ്പറേറ്റ് ഗവേൺസ് എന്താണ്? അതിനെ ഗവേൺ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക. അതായത് കോർപ്പറേറ്റ് സെക്ടറിൽ എങ്ങനെയുള്ള പോളിസികൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ ഗവേൺ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടേമിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു OECD, that's the Organization for the Economic Cooperation and Development, has defined as it is a set of relationship between the company's management, its board, its shareholders and other stakeholders. Through these relationships provide a structure for the setting and the objective of the company, their means for attaining them and monitoring performance. അതായത് ഒരു കമ്പനിയിലുള്ള അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് മീൻസ് ഔട്ട്സൈഡായിട്ട് വരുന്ന, അതായത് ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, സൊസൈറ്റി, ഇതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കമ്പനി പോളിസി, അവരെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരും മാനേജ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ന് പറയാം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മെയിനായിട്ട് ഈ ഒരു ഗവേണൻസ് അതെല്ലാ കമ്പനികൾക്കും ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു CSR അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന പേഴ്സൺ ലൈക്ക് ഗവൺമെൻറ്, സൊസൈറ്റി, കസ്റ്റമേഴ്സ്, അവരൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് എങ്ങനെ കോർ വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ CSR എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ടേം നമുക്ക് അതിൻ്റെ എവല്യൂഷനൊക്കെ നമുക്ക് നോക്കാം. 3 ഇയേഴ്സായിട്ട് അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ 4 ടൈപ്സ് എന്നല്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഫസ്റ്റ് ഇയർ, അതായത് ഡെവലപ്മെൻറ്റ്സ് ഇൻ 1970s. ഈ 1970s എങ്ങനെയാണ് അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങുന്നത് നമുക്ക് പറയാം. ഓക്കെ, അതിൽ ഈ ഒരു 1970s ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരു വൺ ഓഫ് ദി ടൈപ്പ് ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അല്ലെങ്കിൽ ആ ടൈപ്പ് ഡയറക്ടേഴ്സിൻ്റെ റോൾ എങ്ങനെയുണ്ട്, അവരുടെ റെലവൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി, കാരണം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിക്ക് ഫോർമേഷൻ കൊടുക്കുകയാണ്. അതൊക്കെ ഈ 1970s. അതുപോലെ തന്നെ 2-tier board was promoted. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്കുണ്ട് ഇല്ലേ. ആ ഒരു ബോർഡിൽ നമ്മൾ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സൊക്കെയാണ്. മെയിനായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മൾ ഈ 2-tier ബോർഡ് എന്ന് പറയുന്നത്. അതിലാരൊക്കെ വരും? എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ജനറൽ പബ്ലിക്, ഗവൺമെൻറ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മെയിനായിട്ട് ഈ ഒരു 1970s ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഈ 1970s വന്നിട്ടുള്ള വേറൊരു മേജർ ഡെവലപ്മെൻറ്റാണ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സ്റ്റിയറിംഗ് കമ്മിറ്റി. അതായത് നമ്മൾ കമ്പനിയിൽ
ഉള്ള ഓരോ ഇൻഫോർമേഷൻസ്, റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അത് നമുക്ക് പബ്ലിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനാണ് അതിൻ്റെ റിപ്പോർട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സെക്ടർ ആണെങ്കിൽ ആ ഒരു കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജനറൽ പബ്ലിക്കിന് അറിയണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. അതൊക്കെ 1970s അത് കഴിഞ്ഞ് 1980 കുറച്ചും കൂടി മേജർ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നോക്കി തുടങ്ങി. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് മാറി അവർ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷനാണ് ഈ ഒരു 1980s അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോഫിറ്റാണ് മെയിൻ എയിം അല്ലെങ്കിൽ ഒരു എലമെൻ്റായിട്ട് അവർ കൺസിഡർ ചെയ്ത് തുടങ്ങി. ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എമർജൻസ് ഓഫ് ദ ടേം കോർപ്പറേറ്റ് ഗവേണൻസ് ഈ 1980s കഴിഞ്ഞ 1970s ജസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് 1980s അതിനൊരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ടേമിലേക്ക് വന്നു തുടങ്ങി. ഈ 1990s കൂടുതൽ ചേഞ്ചസ് ആണ് വരുന്നത്. കാരണം ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തു തുടങ്ങി. മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. കാരണം അവരുടെ ഏതാണോ കോർപ്പറേറ്റ് സെക്ടർ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് അവർ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ പല രീതിയിലുള്ള കമ്മിറ്റികൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് അതിനെ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടേക്ക് ഡിഫൈൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറേ രീതിയിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ ഫോം ചെയ്തു. അതിൽ മെയിനായിട്ട് 2-3 കമ്മിറ്റികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കാഡ്ബറി റിപ്പോർട്ട്. അതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ കമ്മിറ്റി റിപ്പോർട്ട് വയ്ക്കുമല്ലോ, അതിൽ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി. നമുക്കറിയാം 1970s ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ബട്ട് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന രീതിയിലായിരുന്നു കാഡ്ബറി ഓഡിറ്റ് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻബറി കമ്മിറ്റി, ആ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് മെയിനായിട്ട് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എത്രയായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിനൊക്കെ ഒരു റെഗുലേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കി. അതേപോലെ തന്നെ OECD നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതിൻ്റെ ഡെഫിനിഷൻ. അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യം ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഗൈഡ് ലൈൻസ് ഫോർ ദ കോർപ്പറേറ്റ് ഗവേണൻസ്. കാരണം എല്ലാത്തിനും ഒരു ഫോമലായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊണ്ടുവരാനായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഓരോ കമ്മിറ്റികളും ഫോം ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിനും ഓരോ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ആപ്ലിക്കബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത് ഇൻ 1990s. ആൻഡ് ഫൈനലി ദ 21st century കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലായി. വോളണ്ടറി കംപ്ലയൻസ് ടു ദ കമ്പൽസറി കംപ്ലയൻസ്, അതായത് വോളണ്ടറി എന്നതിൽ മാറി എന്തായി കമ്പൽസറി ആയിട്ട് തന്നെ ചെയ്യണമെന്ന രീതിയിലേക്ക് മാറി തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ കമ്മിറ്റീസ് നേരത്തെ കണ്ടു, എന്നാൽ കൂടെ അതിനെ കുറച്ചും കൂടി അതിനൊന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മിറ്റീസിനെ ഫോം ചെയ്തിട്ട് അവരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിസിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ CSR അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. അത് കോർപ്പറേറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഈ ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ഈ 21st century ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു
ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. അടുത്തത് ഒരു സ്റ്റേബിലിറ്റി കൊടുക്കാനാണ് അടുത്ത് നോക്കുന്നത്. അതായത് കോർപ്പറേറ്റ് സെക്ടേഴ്സിൻ്റെ ഒരു ഫെയിലിയർ എന്നതിലേക്ക് മാറി അതിനെ എങ്ങനെ നമുക്ക് ഒരു പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ സൊസൈറ്റീനെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു സ്റ്റേബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, അതെനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇക്കണോമിക് സ്റ്റേബിലിറ്റി, ദെൻ ഫ്ലോ ഓഫ് റിസ്ക് ക്യാപിറ്റൽ, ഇതിൻ്റെയൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഒരു കമ്പനീനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു 90s അവരുടെ റെമ്യൂണറേഷനാണ് സെറ്റ് ചെയ്യുന്നത്. ബട്ട് 21st സെഞ്ച്വറി ആകുമ്പോഴേക്കും അവരുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്കിൽ എന്തായിരിക്കണം, അങ്ങനെ കുറച്ചും കൂടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവർ ചൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നോളജബിൾ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ ഇപ്പോൾ കൂടുതലായിട്ടും പോസ്റ്റിംഗ് കൊടുക്കുന്നത്. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കാരണം ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കോൺഫ്ലിക്റ്റ്. ബിക്കോസ് ദർ ഈസ് എ ലോട്ട് ഓഫ് ചാൻസസ് ഫോർ റൈസിങ് ദ കോൺഫ്ലിക്റ്റ്. സോ ഹൗ ടു സോൾവ്, അതിനൊക്കെയുള്ള ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ അതെങ്ങനെ നമുക്കതിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ ഈ 21st സെഞ്ച്വറിയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ടേം അല്ലെങ്കിൽ CSR എന്ന ഒരു ടേം അതിൽ പല വർഷങ്ങളിലും അതിൻ്റെ മേജർ ഡെവലപ്മെൻറ്റ്സ് നടന്ന് അവസാനം ഇപ്പോൾ നമ്മൾ കാണുന്ന CSRലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ആയിട്ടുണ്ടാവും എന്താണ് CSR എന്ന്. അപ്പോൾ CSR ഒന്ന് ഞാനൊരു ബ്രീഫായി പറയുകയാണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഔട്ട്സൈഡ് വരുന്ന, അതായത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഇതിനൊക്കെ നമ്മളെ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റ് ഓഫ് ടേംസിനെയാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്.